ഹലോ, മുളകച്ചാറ് കാണണം. മുളക് ഇതാണ്. ആ ഇതാണ് മുളക് റെഡ് കളർ മുളക്. ഇങ്ങനെ ഒരു മിനിറ്റ്, ഇതിങ്ങനെ കട്ട് ചെയ്യുവാന്ന്. ഇതാ വലിയ മുളക് കണ്ട, അത് കട്ട് ചെയ്തിട്ടാണ് അതിൽ മസാല നിറക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നിറക്കുന്നത്. ഈ മസാല എന്തൊക്കെയാണെന്ന് പറയാം. സ്പൂണ് കൊണ്ട് മുളകിൽ നിറച്ച് കൊടുക്കുന്നു. ഭയങ്കര സ്പെഷ്യൽ അച്ചാറല്ലേ, ഭയങ്കര സ്പെഷ്യൽ അച്ചാറാണ് അല്ലേ. പറാട്ടൻ്റെ കൂടെയെല്ലാം ഇവിടെ കഴിക്കുന്നില്ല, വേറെ എൻ്റെ കൂടെ ചോറിൻ്റെ കൂടെയും കഴിക്കുന്നു അല്ലേ. ഇവിടുത്തെ ആൾക്കാർ റെഡ് മുളക്, അച്ചാറി മുളകാണ് ഇത്. റെഡ് മുളക് കൊണ്ട് വെച്ചിട്ട് മാർക്കറ്റിൽ ഇങ്ങനെ കറങ്ങി എടുക്കുന്നതാണ് പഞ്ചാബി പെണ്ണുങ്ങളെല്ലാം. ഇത് എരിവുണ്ടാവുക മുളക്. അതെ, ഇവിടുത്തെ ഒരു സ്പെഷ്യൽ ഡിഷാണ് ഈ മുളകച്ചാറ്. എനിക്ക് ഉണ്ടാക്കാനൊന്നും അറിയില്ല. ശ്രേയക്ക് ഇവിടുത്തെ അച്ചാറിലെ ശ്രേയക്ക് ഉണ്ടാക്കാൻ അറിയില്ല. ഇത് എന്തെല്ലാന്ന്, ജീരകം, ഉലുവ, കടുക്, കുരുമുളക് എല്ലാം മൂവൻ, പിന്നെ അജ്വൈൻ എന്ന് പറഞ്ഞാൽ അയമോദകം, പിന്നെ പെരിഞ്ജീരകം, അത്രയല്ലേ. ഉലുവ പറഞ്ഞിന്. അപ്പം അത്രയും സാധനങ്ങൾ വറുത്ത് മിക്സി പൊടിക്കും അല്ലേ, വേറെ നേർക്കുക. ഉപ്പും മഞ്ഞപ്പൊടിയും മുളക് പൊടി ചേർക്കുക. ഉപ്പ്, മഞ്ഞപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി ചേർക്കുക. വിനാഗിരി, കടുകെണ്ണ ചൂടാക്കിയത്. നല്ലോണം ചൂടാകണേ, ഇല്ലെങ്കിൽ അതിനൊരു കുഴമ്പിൻ്റെ മണമുണ്ടാവും. സൂപ്പർ വെറൈറ്റി അച്ചാറി മിർച്ച്. ഇത് കാണാൻ അറിയുക. ആ മുളക് അങ്ങനെ തന്നെ കൊണ്ടുവരുമ്പോൾ ഞാൻ എടുത്തിട്ടുമില്ല. ഇതാണ് അതിൻ്റെ മസാലാസ്. അതന്നെ. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ വെറൈറ്റി അച്ചാർ കണ്ടിട്ടുണ്ടോ? ഏതെങ്കിലും മലയാളീസ് ഉണ്ടാക്കിയത് കണ്ടിട്ടുണ്ടോ? ഇത് ശ്രേയക്കുട്ടീൻ്റെ സ്പെഷ്യൽ അച്ചാറാണ് കേട്ടോ. ഒരുപാട് തരത്തിൽ ഒരുപാട് വെറൈറ്റി അച്ചാർ ഉണ്ടാക്കും ശ്രേയ. ഉള്ളീൻ്റെ അച്ചാർ തന്നെയാണ്. ഉള്ളീൻ്റെ സൂപ്പർ ടേസ്റ്റാണ് ഉള്ളി അച്ചാർ എന്നിട്ട് ഉണ്ടാക്കുന്നത്. പെട്ടെന്ന് 2 മിനിറ്റ് 1 മിനിറ്റ് എന്ന് പറയുന്ന ഓലാകുന്നതാണ്. അങ്ങനെ അത് ഈ നോർത്ത് ഇന്ത്യൻ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കാണ് ഇത് ഇഷ്ടമാവുക. നമ്മുടെ നാട്ടിലെ സാധാ അച്ചാർ പോലെ തന്നെ അല്ല. അടക്കാനാ ആ വലിയ മറ്റേ പാത്രം ഇനി മാറ്റാൻ കഴിയില്ലല്ലോ അല്ലേ, വേറെ പാത്രത്തിലിടണം. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഈ അച്ചാർ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. ഓക്കെ, താങ്ക് യു. വിശദമായ റെസിപ്പി വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിച്ചോളൂ. ചൂടാക്കി വെച്ചാണ് ഉണ്ടാ. ഓക്കെ, ഇതാണ് ഇതിൽ ഒഴിക്കേണ്ട ചൂടാക്കി വെച്ച കടുകെണ്ണ. സ്പെഷ്യൽ അച്ചാറല്ലേ. ഇതാ കടുകെണ്ണ ഇതാ ഒഴിച്ചു കൊടുക്കുന്നു. നല്ല ടേസ്റ്റ്. എനിക്ക് ഇഷ്ടപ്പെടില്ല കേട്ടോ. ഞാൻ ശരിക്കും നാടൻ കേരള ഭക്ഷണത്തിൻ്റെ ആളാണ്, പക്ഷേ എനിക്ക് ഇഷ്ടമാണ് ഒരുപാട്. അപ്പോൾ പിന്നെ നിങ്ങൾക്കും ഇഷ്ടപ്പെടും. നമുക്കിങ്ങനെ അങ്ങനത്തെ ഒന്നും ഇഷ്ടപ്പെടില്ലല്ലോ, നോർത്ത് ഇന്ത്യൻ ഒന്നും. ഇനി അതിൻ്റെ അടപ്പിട്ട് വെച്ചാൽ അച്ചാറടി. എണ്ണ വേണമെങ്കിൽ കുറച്ച് നിറഞ്ഞേക്കേണ്ടി വരും അല്ലേ. മുക്കാൽ ഭാഗം എണ്ണ നിറഞ്ഞേക്കണം. ഇപ്പോൾ തൽക്കാലം എത്ര ഒഴിച്ചതാണ്. ഇനി കുറച്ചും കൂടി കടുകെണ്ണ നല്ലവണ്ണം ചൂടായി കഴിഞ്ഞതിന് ശേഷം ഇതിലോട്ടേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ അത് എത്ര കാലം വേണമെങ്കിലും ഒന്നും ആവാണ്ടക്കും. ഓക്കെ, താങ്ക് യു.